മീറ്റിംഗിന് എന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ എൻ്റെ നയം എന്താണെന്നും എൻ്റെ ഇതിനെക്കുറിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും. തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ, എൻ്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ പ്രതികരണം. അതല്ലാത്ത പക്ഷം എൻ്റെ പ്രതികരണം നിങ്ങൾ അറിയിക്കും. പ്രതികരിച്ചു കഴിഞ്ഞു. എന്തായാലും തീർച്ചയായിട്ടും ഇപ്പൊ ജസ്റ്റിസിന്റെ കൂടെയാണ്. ജസ്റ്റിസിന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. അത് മാത്രമല്ല, പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ രീതിയിലുള്ള വിശ്വാസ്യത ഉണ്ടായിരുന്നു. സത്യം ജയിക്കുന്നു, സത്യം ജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും പോലെ വല്ലാത്തൊരു ഇമോഷനിലാണ് ഞാനും ഉള്ളത്. എന്തായാലും ഞാൻ പോയി പങ്കെടുത്തതിന് ശേഷം ബാക്കി ഞാൻ സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് വ്യക്തമായ ഒരു ധാരണ പറയുന്നതായിരിക്കും. കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സുഹൃത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത്. അപ്പൊ അവർക്ക് മാക്സിമം ജസ്റ്റിസും മാക്സിമം സപ്പോർട്ടും കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്താണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാനൊന്ന് അകത്ത് കയറിയിട്ട് പുറത്തേക്ക്. ഇര എന്ന് വിളിക്കരുത്, അത് എന്റെ സുഹൃത്താണ്. എപ്പോഴും ഞാൻ അങ്ങനെ കൂടെ നിന്നിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച ആളുകളിൽ ഒരാൾ ഞാനാണ്. പക്ഷെ അവർ ഇരയും പ്രതിയും ഒരേ സംഘടനയിൽ അംഗമാണിപ്പോൾ. താങ്കളെ പോലെയുള്ള ഒരു യുവ നടനെ ഇത് അംഗീകരിക്കാൻ കഴിയുമോ? അംഗീകരിക്കുന്നില്ല. അത് നമ്മൾ മീഡിയയിലൂടെ അതിന് റിയാക്ട് ചെയ്തില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അതിനെ എഗൻസ്റ്റ് നിൽക്കുന്നതോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, വിഷമം ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അത് എക്സ്പ്രസ് ചെയ്തിട്ടുമുണ്ട്. കൃത്യമായ സപ്പോർട്ട് എന്റെ സുഹൃത്തിന് ഞാൻ നൽകുന്നുമുണ്ട്. ദിലീപ് എന്ന നടനിൽ നിന്ന് താങ്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലുമില്ല. ദിലീപ് എന്ന നടനല്ല, ഒരു ആണിന്റെ അടുത്തൊന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഒരാൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയാന്നുള്ളത്. കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മീറ്റിംഗിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ സ്റ്റേജിലും ഇത് അറിഞ്ഞ ആദ്യത്തെ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാവരും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. ദിലീപിനെ പുറത്താക്കി മുഖം രക്ഷിക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും നടപടിക്ക് അമ്മയ്ക്ക് കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, ട്രഷറർ സ്ഥാനത്ത് മാറ്റിയാണ് സംഘടന പുറത്താക്കണമെന്ന് ആവശ്യമായിരിക്കും. തീർച്ചയായിട്ടും ഇത് ഇന്നലെ തെളിയുന്നത് വരെ ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ രീതിയിലാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം വളരെ കൺവിൻസിംഗ് ആയിരുന്നു. അപ്പൊ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എന്റെ അറിവിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് അങ്ങനെയല്ലല്ലോ. എനിക്കറിയാവുന്ന ഒരു അദ്ദേഹമുണ്ട്. അദ്ദേഹം നമ്മളോട് എല്ലാവരും പെരുമാറിയതും അങ്ങനെയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായ രീതിക്ക് ദിലീപിനെ പുറത്താക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുമോ? തീർച്ചയായിട്ടും. ഓക്കെ, ഇതില് അദ്ദേഹം കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും.